ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാനല്ല തയ്യാറാക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കനൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ വലിയ 6 സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു 10-15 വെളുത്തുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇത്രയും ഒന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും കുരുമുളകും, അതുപോലെ തന്നെ 4 ഏലയ്ക്ക, 5 ഗ്രാമ്പൂ, 2 പട്ട, ഇത്രയും നമ്മൾ വറുത്ത് പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു. 1/2 ടീസ്പൂൺ അളവിൽ കടുക്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറി ഞാനല്ലല്ലോ തയ്യാറാക്കുന്നത്, ഇത് തയ്യാറാക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആളാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഈ ചിക്കൻ കറി നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ, മറ്റൊന്നും അറിയത്തില്ല. ഇത് എങ്ങനെയാണ് പഠിച്ചതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ പഠിച്ചത് ഞാനന്ന് കാശ്മീരിൽ കാർഗിലിൽ ഉള്ള സമയത്ത് അവിടെ ഞങ്ങൾ പോസ്റ്റ് 4 പേരുള്ള പോസ്റ്റാണ്. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയുടെ മുകളിൽ മലയുടെ അപ്പം ഇതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മുടെ യൂണിറ്റിൻ്റെ മേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ പോസ്റ്റിലുള്ളവർക്ക് ഈ ഭക്ഷണമെല്ലാം ഈ ഐസ് ഇല്ലാത്ത സമയത്ത് പോയി സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഒരു കസ്റ്റർ എന്ന് പറയുന്ന ഈ പോർട്ട് വീട്ടില്ല, അതിനകത്ത് ഞാൻ മേളിൽ അൺലോഡ് ചെയ്ത് ഒരു വേനൽ സമയത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഐസ് വീഴുന്ന സമയത്ത് ആണ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ 4 പേരുള്ള സമയത്ത് ഓരോരോ പോസ്റ്റാണ്. അപ്പം ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമുക്കുള്ള റൈസും മറ്റ് സാധനങ്ങളെല്ലാം താഴെ നിന്ന് ഇതിൽ ലിങ്ക് ഉണ്ട്. അതിനുള്ള ലിങ്ക് പട്ടാളം ഈ ഞാൻ പറഞ്ഞില്ലേ കച്ചറുണ്ട്, കച്ചർ ഓവർ ചെയ്യാനുള്ള സാധനം അതിൻ്റെ മണ്ടയ്ക്ക് ലോഡ് ചെയ്ത് സാധനം മലയുടെ മുകളിൽ കൊണ്ടെത്തിക്കും. എന്നിട്ട് അത് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് വേണം കഴിക്കാൻ. ഈ എല്ലാവർക്കും പാചകം ചെയ്യാൻ അറിയണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ഒരാളൊക്കെ കാണും അറിയാവുന്നവർ. അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ ഒരു ബംഗാളി ഉണ്ടായിരുന്നു, നെത്തിമാരത്. അയാൾ ഈ ചിക്കനും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ ചിക്കനൊക്കെ അവിടെ വരുന്നത് പാക്ക് ചെയ്ത ഭക്ഷണം എല്ലാം വരുന്നത് കൂടുതൽ പാക്കറ്റ് ഫുഡ്. ഇപ്പോൾ മനസ്സിലായോ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന്? ഇത് ബംഗാൾ സ്റ്റൈലിലൊന്നും അല്ല തയ്യാറാക്കുന്നത്, കുറച്ച് മാറ്റി നമ്മുടെ ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ പിടിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട് ആൾ. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്നോട് കാർഗിലിലെ കുറേ വിശേഷങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയില്ല. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാനാണ് അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. തക്കാളിക്ക, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ചതച്ച് കൊടുത്തത്, സവാള അരിഞ്ഞു കൊടുത്തത്, ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊടുത്തത്. ഇത് കുക്ക് ചെയ്യാന്നുള്ള ജോലി മാത്രമേ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വലിയ 2 തക്കാളിക്കയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നത്. പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് വലിയൊരു ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവരുണ്ടാക്കുമ്പോൾ ഇതൊക്കെ ചേർക്കും. കിട്ടുന്ന പച്ചക്കറി എന്തൊക്കെയാണോ അതൊക്കെ ചിക്കൻ കറിയിലേക്കൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഇന്നിപ്പോൾ ക്യാപ്സിക്കം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിനു മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ചിലപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പം ബംഗാളിയാണ് ചിക്കൻ കറി പഠിപ്പിച്ചത്. അപ്പം ബംഗാളികൾ എന്തുണ്ടാക്കിയാലും അതിനകത്ത് അവർ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്. അവർ മീൻകറി ഉണ്ടാക്കിയാൽ പോലും അതിനകത്ത് ഉരുളക്കിഴങ്ങ് ചേർക്കും. അവർക്ക് ഉരുളക്കിഴങ്ങില്ലാതെ ഒരു കറി പോലും ഇല്ല. നമ്മളിതിലേക്ക് ക്യാപ്സിക്കം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇളക്കിയെടുക്കുമ്പോൾ ആ മസാലയൊക്കെ എല്ലാ കഷ്ണങ്ങളിലും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. നന്നായിട്ട് ഇപ്പോൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ കുറച്ചേറെ ചേർത്ത് കൊടുത്തോളൂ. ഇഷ്ടമല്ലെങ്കിൽ ഇതിന് പകരം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഞാനൊക്കെ ഈ മല്ലിയില ചേർത്ത് ചിക്കൻ കറി ഉണ്ടാക്കിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും പണ്ടൊന്നും ആരും ഇങ്ങനെ മല്ലിയില ചേർക്കില്ലായിരുന്നു. ഇപ്പം എല്ലാവരും ചേർക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിതിലേക്ക് വേകുന്നതിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം പച്ചവെള്ളമല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
1 ഗ്ലാസ് അളവിലാണ് ഇവിടെ വെള്ളം ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോഴേക്കും കണ്ടോ നന്നായിട്ട് തിളച്ച് ആ ചിക്കനിലെ വെള്ളവും കൂടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുരുമുളക്, പെരിഞ്ചീരകം ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് വറുത്തതിന് ശേഷമാണ് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ കറിയാകും. ആദ്യം തന്നെ നമ്മൾ ഈ ഗരം മസാലയൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആ മണമൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ലാസ്റ്റിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. നമ്മൾ സവാള വഴറ്റിയപ്പോൾ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തുള്ളായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ലാസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി കേട്ടോ. അത് ലാസ്റ്റ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടിയൊക്കെ ചേർത്ത് കൊടുത്ത് അടച്ച് വെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാനായിട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിച്ചേക്കണേ. താങ്ക്